ഞാനിപ്പോൾ ഉള്ളത് കേരള സർവകലാശാലയുടെ കീഴിൽ കാര്യവട്ടത്ത് പ്രവർത്തിച്ചു വരുന്ന സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൻ്റെ ബിൽഡിങ്ങിലാണ്. ഇന്നത്തെ എപ്പിസോഡ് കേരള സർവകലാശാല നടത്തി വരുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയാണ്. ഈ ഒരു 4 ഇയർ കോഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ സാം സോളമനാണ്. കേരള സർവകലാശാലയിൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. അതിന് ആദ്യത്തെ 3 വർഷം കുട്ടികൾക്ക് ഒരു നിശ്ചിത ക്രെഡിറ്റ് കിട്ടിയാൽ BA, BSc, BCom, BBA ഡിഗ്രികൾ നേടി പുറത്തു പോകാം. 4ാമത്തെ വർഷം റിസർച്ചുമായി ബന്ധപ്പെട്ട പേപ്പറുകളും അതുപോലെ തന്നെ അവസാനത്തെ സെമസ്റ്ററിൽ ഒരു റിസർച്ച് പ്രോജക്റ്റുമാണ് ഇവിടുത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല നടത്തുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരള യൂണിവേഴ്സിറ്റിയുടെ പഠന ഗവേഷണ വകുപ്പുകൾ 43 എണ്ണമാണുള്ളത്. ആ പഠന ഗവേഷണ വകുപ്പുകളിലെ അധ്യാപകർ ഡിസൈൻ ചെയ്ത വളരെ കൃത്യമായ സിലബസാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. വൈവിധ്യം ആണ് ഏറ്റവും പ്രത്യേകത ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മേജർ വിഷയങ്ങൾ കൂടാതെ 16 മേജർ വിഷയങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൂടാതെ 51 മൈനർ വിഷയങ്ങൾ കേരള യൂണിവേഴ്സിറ്റി പഠന ഗവേഷണ കേന്ദ്രങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഏതാണ് കുട്ടികൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാനുള്ള ആ ബാസ്ക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകൾ, വിവിധ തരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ വളരെ അധികം ബാസ്ക്കറ്റുകളിൽ ഉണ്ട്. ഇതെല്ലാം വളരെ പ്രയോജനപ്പെടുന്ന സംഗതികളാണ്. യൂണിവേഴ്സിറ്റികൾ എന്നെല്ലാം പറഞ്ഞാൽ സെൻറ്റർ ഫോർ ഹയർ ലേണിംഗ് അല്ലെങ്കിൽ സീറ്റ് ഓഫ് ഹയർ ലേണിംഗ് എന്നൊക്കെയാണ് പറയുക. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക സർവകലാശാലകളിലും PG ആൻഡ് എബോവ് കോഴ്സുകളൊക്കെയാണ് നടന്നു വരുന്നത്. കേരള സർവകലാശാല പോലെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം ഒരു ഡിഗ്രി പ്രോഗ്രാം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അവിടുത്തെ പഠന രീതിയെക്കുറിച്ച് സമൂഹത്തിനും പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് കൗതുകം ഉണ്ടാവും. അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാവും ഇവിടുത്തെ ഒരു പഠന രീതി എത്തരത്തിലായിരിക്കും. ഇവിടുത്തെ പഠന രീതിയെ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തരുന്നത് സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ CA ലാലാണ്. 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് CUS ബിൽഡിംഗ് വെച്ച് തന്നെയാണ്. കോളേജുകളിലെ പോലെ കുട്ടികൾക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ക്ലാസ്സുകളെല്ലാം മേജറായാലും മൈനറായാലും MDC, SCC, BSc തുടങ്ങിയ ഡിഫറെൻറ്റ് കോഴ്സസ് കുട്ടികൾക്ക് ഈ ഒരു കേന്ദ്രത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള അധ്യാപനം ഇവിടെ വെച്ച് നടക്കും. അധ്യാപകർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇവിടെ വന്ന് കുട്ടികളുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നാൽ മതി. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് 8:30 മുതൽ 4:30 വരെയാണ്. ഈ പീരീഡിൽ വിവിധ കോഴ്സുകൾ ഓഫർ ചെയ്യപ്പെടും. കുട്ടികൾക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് അവരുടെ ക്ലാസ് റൂമുകളിൽ പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മേജർ, മൈനർ, SCC, VAC, AEC തുടങ്ങിയ കോഴ്സുകളെല്ലാം ഈ ബിൽഡിങ്ങിൽ നടക്കുന്നു. അതിൽ പ്രത്യേകിച്ചും AEC ഇംഗ്ലീഷ് എല്ലാ കുട്ടികളും എടുക്കുന്ന കോഴ്സാണ്. അത് ഇന്നോവേറ്റീവായിട്ട് കുട്ടികളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രത്യേക ട്രെയിനിങ്ങും എഴുത്ത് കൂടുതൽ വശമുണ്ടാകാനുള്ള ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്ന് പരിചയപ്പെട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഹായ്, ഞാൻ നിക്കിത. ഞാൻ ഇവിടുത്തെ FIUGP ഫിസിക്സിലെ വിദ്യാർത്ഥിനിയാണ്. ഹലോ, ഞാൻ ഗൗതമി. ഞാനിവിടെ അണ്ടർ ഗ്രാജുവേറ്റിലെ ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യം വരുമ്പോൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റിനെ പറ്റി വലിയൊരു അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടുത്തെ ഡയറക്ടേഴ്സും മറ്റ് അധ്യാപകരും ഒക്കെ ചേർന്ന് ഒരാഴ്ചത്തോളമുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നൽകിയിരുന്നു. ഇവിടുത്തെ ഓരോ സാറന്മാരുടെയും കെയറിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഓരോ സാറന്മാരും വിദ്യാർത്ഥികളുടെ പെരുമാറുന്ന രീതിയും അവർ നമുക്ക് ഒരു മക്കളെ പോലെ കണ്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും. ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചെന്ന് ഏതൊരു സമയം ചെന്ന് ചോദിച്ച് നമുക്ക് അതിൻ്റെ രീതിയിൽ അവർ തരുന്നുണ്ട്. FIUGP കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് വിവിധ കോഴ്സുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം അത് ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ്. നമുക്ക് മേജറിനോടൊപ്പം 2 മൈനറുകൾ എടുക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ് നമുക്ക് ഈ കോഴ്സ് നൽകുന്നത്. പ്രത്യേകിച്ച് കാര്യവട്ടം ക്യാമ്പസ് പോലെയുള്ള ഒരു വലിയ ക്യാമ്പസിൽ ഏകദേശം 51 മൈനറുകളാണുള്ളത്. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള മൈനർ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം നമുക്ക് ലഭിക്കുന്നു. നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലുമൊക്കെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് നിലവിൽ കണ്ടക്ട് ചെയ്തു വരുന്നു.
കേരള യൂണിവേഴ്സിറ്റി ഡയറക്റ്റായി കണ്ടക്ട് ചെയ്ത് വരുന്ന ഈ ഒരു 4 ഇയർ പ്രോഗ്രാം പഠിക്കുന്നതുകൊണ്ട് ഇവിടെ വരുന്ന വിദ്യാർത്ഥിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ലഭിക്കുക? ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ എല്ലാ വകുപ്പുകളിലും നല്ല ലബോറട്ടറികളും ലൈബ്രറികളും ലഭ്യമാണ്. ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതോടൊപ്പം ഇവിടുത്തെ ഗവേഷകരുമായും കുട്ടികളുമായും അധ്യാപകരുമായും അതുപോലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോകളുമായും എല്ലാം കുട്ടികൾക്ക് നിരന്തരം സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അതോടൊപ്പം ഒരു സെൻട്രൽ ലബോറട്ടറി അതുപോലെ സെൻട്രൽ ലൈബ്രറി 24 മണിക്കൂറും പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സജ്ജമായിരിക്കുന്ന ലൈബ്രറിയും അതുപോലെ തന്നെ ലബോറട്ടറികളും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ ലാക്കാക്കി NSS പോലുള്ള അതായത് നാഷണൽ സർവീസ് സ്കീം പോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ഓഫർ ചെയ്യുന്നത്? NSSൻ്റെ ഒരു യൂണിറ്റ് ഇപ്പോൾ ഇവിടെ സാങ്ഷൻ ആയിട്ടുണ്ട്. ഈ NSS യൂണിറ്റിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം NCCക്ക് വേണ്ടി ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതും ഉടനെ തന്നെ റെഡിയായി വരുന്നതാണ്. ഇത് കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആസ് വെൽ ആസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെയധികം ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള സെമിനാറുകൾ അതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ, എല്ലാ ആഘോഷങ്ങളും കുട്ടികൾ വളരെ ഭംഗിയായി ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? Hello everyone, this is Dia Banik from Bangladesh. I am department major BBA. Now I am going to tell about why you should choose the University of Kerala as a foreign student. Here we are getting 4-year degree program. I think in some countries they don't accept 3 years degree program for job selection. So in my country, in job section they just wrote like 3 years is not allowed, like 4 years you should have. So for the applying only you should have the 4 years. So I think this is a good opportunity. English is widely spoken here, so for the international students this is a good opportunity I think. And the weather also nice and people are here are so nice. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ലോകതലത്തിൽ തന്നെ വളരെയധികം വികസിച്ചു വരുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ ഈ രംഗത്തെത്തി തങ്ങളുടെ കരിയർ AI-യിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ AI-യുടെ രംഗത്ത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതീക്ഷിക്കാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. 4 വർഷ പ്രോഗ്രാമിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങി വിവിധ തരം കോഴ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ വളരെയധികം പ്രാധാന്യമുള്ള ബയോടെക്നോളജി, ബയോ കെമിസ്ട്രി, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിലും ഇവിടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. വളരെയധികം സ്റ്റുഡിയസും വളരെയധികം ഹാർഡ് വർക്കിങ്ങും വളരെയധികം പഠിത്തത്തോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം അഡ്വാൻറ്റേജായി മാറുന്ന ഒന്നാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് എന്നൊരു സമ്പ്രദായം ഇവിടെ ഉള്ളതായിട്ടും എനിക്കറിയാം. എന്താണ് ഫാസ്റ്റ് ട്രാക്ക്? അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം എന്ന് പറഞ്ഞാൽ 2.5 വർഷം കൊണ്ട് ഡിഗ്രിയും അതുപോലെ 3.5 വർഷം കൊണ്ട് ഓണേഴ്സ് വിത്ത് റിസർച്ചും കുട്ടികൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം സമയം നമ്മൾ കൊടുക്കുകയും അതിനനുസരിച്ച് കോഴ്സുകൾ ഓഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ടും 133 ക്രെഡിറ്റ് കിട്ടി ഡിഗ്രി പ്രാപ്തമാക്കാൻ അല്ലെങ്കിൽ ഡിഗ്രി കിട്ടാനുള്ള സംവിധാനം നമുക്കുണ്ടാകും. അതുപോലെ 177 ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓണേഴ്സും നമുക്ക് എടുക്കാൻ പറ്റും 3.5 വർഷം കൊണ്ട്, എന്ന് പറഞ്ഞാൽ 7 സെമസ്റ്ററിൽ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 2025-26 അക്കാദമിക വർഷം എൻട്രൻസ് മുഖേനയാണ്
ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നടക്കുക. ബിരുദ പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായി കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിൽ കയറിയിട്ട് FIUGP CSS എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് പ്രോസ്പെക്ടസും അതുപോലെ തന്നെ സിലബസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. രജിസ്റ്റർ ചെയ്തിട്ട് കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 26-ാം തീയതി വരെ, മെയ് മാസം 26-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. ഈ വർഷത്തെ അഡ്മിഷൻ പ്രവേശന പരീക്ഷയിലൂടെയാണല്ലോ. പ്രവേശന പരീക്ഷയുടെ രീതി എങ്ങനെയാണ്? പ്രവേശന പരീക്ഷയിൽ 16 വിഷയങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 16 മേജർ വിഷയങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം വരെ കുട്ടികൾക്ക് ഓപ്ഷനായി സ്വീകരിക്കാം. ഓരോ വിഷയത്തിനും 1 മണിക്കൂർ വെച്ചായിരിക്കും പരീക്ഷയുടെ സമയം. 40 ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ 40 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് ആൻസറിന് 4 മാർക്ക്, ഒരു ആൻസർ തെറ്റാണെങ്കിൽ 1 മാർക്ക് കുറയും. അങ്ങനെ എല്ലാ ആൻസറുകളും ശരിയാണെങ്കിൽ 160 മാർക്കും, അതിൽ തെറ്റുണ്ടെങ്കിൽ ഓരോ തെറ്റിനും 1 മാർക്ക് വീതം കുറയുകയും ചെയ്യും. കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു അറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.